ഈ ഒരു ഡ്രം വർഷങ്ങളായിട്ട് വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മണ്ടയ്ക്ക് ഒരു ചട്ടി വെച്ചിട്ട് പച്ചക്കറി ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ഈ ടാങ്കിൻ്റെ ഒരു സൈഡിൽ 1.5 ഇഞ്ചിൻ്റെ ദൂരം ഉണ്ടാക്കി, മൂടിയുടെ മുകൾ ഭാഗത്ത് സെൻട്രലായിട്ട് ഒരു 1.5 ഇഞ്ചിൻ്റെ ദൂരം ഉണ്ടാക്കി. ഇതിൻ്റെ സെൻറ്ററിൽ നമ്മൾ ഓട്ടുണ്ടാക്കിയ പോലെ ഇവിടെയെങ്കിലും ഒരു ഓട്ടം ഉണ്ടാക്കണം. ഈ 1.5 ഇഞ്ചിൻ്റെ സൈഡിലെ ദൂരത്തിൻ്റെ ഓപ്പോസിറ്റിലായിട്ട് 5 ഇഞ്ചിൻ്റെ ബോക്സ് ബിറ്റ് കൊണ്ട് ഒരു ദൂരം ഉണ്ടാക്കി. ഇതാണ് ഗ്രോ ബെഡ്. ഗ്രോ ബെഡിൻ്റെ നടുക്കിലായിട്ട് നമുക്കൊരു ദൂരം ഉണ്ടാക്കണം. 3/4 ഇഞ്ചിൻ്റെ ദൂരമാണ് ഉണ്ടാക്കേണ്ടത്. അതിന് 3/4 ഇഞ്ചിൻ്റെ ബോക്സ് ബിറ്റ് കൊണ്ട് ഒരു ദൂരം ഉണ്ടാക്കി. അതിൻ്റെ സൈഡിലായിട്ട് ഇതേപോലെ 2 ദൂരങ്ങളാണ് ഗ്രോ ബെഡിന് വേണ്ടത്. 3/4ൻ്റെ 2 ദൂരങ്ങൾ ഇതേപോലെ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് 3/4ൻ്റെ തന്നെ FTMT ഫിറ്റ് ചെയ്യണം. 3/4ൻ്റെ FTMT ഗ്രോ ബെഡിൽ ഫിറ്റ് ചെയ്യുക. ഒന്ന് നമ്മുടെ മോട്ടറിൽ നിന്നുള്ള കണക്ഷന് വേണ്ടിയിട്ടാണ്, ഒന്ന് ബെൽ സൈഫൺ പ്രവർത്തിക്കുമ്പോൾ വെള്ളം തിരിച്ച് ഫിഷ് ടാങ്കിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളതാണ്. ബെൽ സൈഫിൻ്റെ അടിയിലായിട്ട് ഒരു എൽബോ വെച്ച് കൊടുക്കണം. ഇനി മുകൾ ഭാഗത്ത് അതിൻ്റെ ഉൾവശത്ത് ഗ്രോ-ബെഡിൻ്റെ ഉൾവശത്ത് FTയുടെ ഭാഗത്തായിട്ട് നമ്മളൊരു സ്റ്റാൻഡ് പൈപ്പ് വെച്ചെടുക്കണം. അത് മുകളിൽ നിന്നും ഒരു 3-4 ഇഞ്ച് താഴത്തായിട്ട് വേണം ഈ ഒരു സ്റ്റാൻഡ് പൈപ്പിൻ്റെ ഹൈറ്റ് വരാൻ. അതിന് മുകളിൽ 1.5 ഇഞ്ചിൻ്റെ PVC പൈപ്പ് എൻഡ് ഗ്യാപ്പ് ഇട്ടിട്ട് ഇതേപോലെ അടിഭാഗത്ത് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് വേണം അത് വെച്ച് കൊടുക്കാൻ. ഇതേപോലെ വെച്ച് കൊടുത്താൽ മതി. അത് വെള്ളം മൊത്തം വലിഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതിൻ്റെ മുകളിലായിട്ടാണ് ഈ ഒരു മീഡിയ ഗാർഡ് എക്സോ ബ്ലേഡ് കൊണ്ട് വരഞ്ഞിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഒരു 3 ഇഞ്ചിൻ്റെ നെറ്റ് പോട്ട് നമ്മൾ മോട്ടറിൻ്റെ വെള്ളം വരുന്ന ഭാഗത്ത്, സബ്മേഴ്സൽ പമ്പിൽ നിന്ന് വെള്ളം വരുന്ന ഭാഗത്ത് വെച്ച് കൊടുക്കണം. ഇതാണ് സബ്മേഴ്സൽ പമ്പ്. ഇത് കുറച്ച് ഫോഴ്സ് കൂടിയിട്ടുള്ള പമ്പാണ്. നമ്മൾ സാധാരണ അക്വേറിയം ഷോപ്പിലൊക്കെ ഉപയോഗിക്കുന്ന സാധാരണ ഒരു പമ്പ് ഉപയോഗിച്ചാലും മതി. അത്ര വലിയ ഫോഴ്സുള്ള പമ്പ് വേണമെന്നൊന്നുമില്ല. അപ്പോൾ ഈ പമ്പ് നമ്മൾ ഈ FTയിലേക്ക് കണക്ട് ചെയ്ത് വെക്കണം. ഈ 3/4 ഇഞ്ചിൻ്റെ FTയിലേക്ക് കണക്ട് ചെയ്ത് വെക്കണം. മോട്ടർ ഓൺ ആയി കഴിഞ്ഞാൽ ഇതിലൂടെ വെള്ളം വരും. അവിടെയാണ് നമ്മൾ 3 ഇഞ്ചിൻ്റെ നെറ്റ് പോട്ട് വെച്ച് കൊടുക്കേണ്ടത്. അത് ഫോഴ്സ് ഒന്ന് കൺട്രോൾ ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. മോട്ടർ കുറച്ച് ഫോഴ്സ് കൂടുതലുള്ളതാണ്. ഈ സ്റ്റാൻഡ് പൈപ്പിൻ്റെ ഹൈറ്റിൽ എത്തിക്കഴിഞ്ഞാൽ ഇതിലൂടെ വെള്ളം താഴേക്ക് പോകും, ഫിഷ് ടാങ്കിലേക്ക് പോകും. അപ്പോൾ അത് ആ ഒരു ഫോഴ്സിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഈ 1.5 ഇഞ്ചിൻ്റെ PVC പൈപ്പ് എൻഡ് ഗ്യാപ്പിട്ട് ഒരു ഗ്യാപ്പിട്ട് താഴെ കൂടിയാണ് വെള്ളം ഇതിലേക്ക് കയറുന്നത്. അപ്പോൾ താഴെ കൂടെ കയറിയിട്ട് വരുമ്പോൾ അവിടെ ഒരു പ്രഷറിലൂടെ മൊത്തം വെള്ളം ഈ ഫിഷ് ടാങ്കിലേക്ക് തന്നെ വീഴുന്ന രീതിയിലാണ് ഇത് വെക്കേണ്ടത്. കാരണം നല്ല ഫോഴ്സിൽ വെള്ളം ഇങ്ങനെ താഴ്ന്നു പോയിക്കോളും. താഴെത്തി ആ ഗ്യാപ്പിലൂടെ എയർ കയറുമ്പോഴാണ് ഈ ഒരു പോക്ക് നിൽക്കുന്നത്. ആ ഒരു സ്റ്റോപ്പാവും. എയർ കയറി കഴിഞ്ഞാൽ അപ്പോൾ സ്റ്റോപ്പായി കഴിഞ്ഞാൽ വെള്ളം പിന്നെ അവിടെ നിൽക്കും. മോട്ടർ അപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മോട്ടർ സ്റ്റോപ്പായി, ഈ സൈഫൺ സ്റ്റോപ്പായി കഴിഞ്ഞാൽ മോട്ടറിലൂടെ വെള്ളം കയറും. വീണ്ടും സൈഫൺ പ്രവർത്തിക്കും, താഴേക്ക് പോകും, വീണ്ടും അങ്ങനെ വെള്ളം എപ്പോഴും ഗ്രോ ബെഡിൽ കയറിയിറങ്ങുന്ന രീതിയിൽ വേണം നമ്മൾ സെറ്റ് ചെയ്യാൻ. ഇനി രണ്ടിലും മീഡിയ ഗാർഡ് വെച്ചതിന് ശേഷം 3/4 ഇഞ്ചിൻ്റെ കോൺക്രീറ്റ് മെറ്റൽ നിറക്കുന്നതാണ് നല്ലത്. ഫുള്ളായിട്ട് വേണമെങ്കിൽ കോൺക്രീറ്റ് മെറ്റൽ നിറക്കാം, അല്ലെങ്കിൽ കുറച്ച് പകുതി കോൺക്രീറ്റ് മെറ്റലും കുറച്ച് നമ്മുടെ ഈ ക്ലേ ബോൾസും കൂടി നിറക്കുന്നത് വളരെ നല്ലതാണ്, കുറച്ച് വെയിറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ താഴത്തെ ഡ്രമ്മിൽ നമുക്ക് മത്സ്യങ്ങൾ വളർത്തി മുകളിലത്തെ ചട്ടിയിൽ പച്ചക്കറി തൈകളോ വിത്തോ ഇട്ട് നമുക്ക് പച്ചക്കറികൾ ഉണ്ടാക്കാൻ സാധിക്കും.